ഇനി കാർഷിക വാർത്തകളാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ സമുദ്ര മത്സ്യബന്ധനത്തിൽ നേട്ടം. CMFRI റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് 35.7 ലക്ഷം ടൺ മത്സ്യമാണ് പിടിച്ചത്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് 35.7 ലക്ഷം ടൺ സമുദ്ര മത്സ്യം പിടിച്ചതായി CMFRI റിപ്പോർട്ട്. മുൻവർഷത്തേക്കാൾ രാജ്യത്ത് 3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം പിടിച്ചത് തമിഴ്നാട്ടിലാണ്. 6.85 ലക്ഷം ടണ്ണാണ്. പ്രതികൂല കാലാവസ്ഥയും മത്സ്യബന്ധന നിരോധന കാലയളവ് നീട്ടിയതും കാരണം ഗുജറാത്ത് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2% വർധനവോടെ കേരളം 3ാം സ്ഥാനം നിലനിർത്തി. കേരളത്തിൽ മത്തിയുടെ ലഭ്യത 13% വർദ്ധിച്ച് 1.68 ലക്ഷം ടണ്ണായി. സംസ്ഥാനത്ത് ഏറ്റവും അധികം പിടിച്ച മത്സ്യവും മത്തിയാണ്. ആകെ സമുദ്ര മത്സ്യ ലഭ്യത 6.24 ലക്ഷം ടണ്ണായി. മത്തി കഴിഞ്ഞാൽ അയല, കൊഴുവ, കിളിമീൻ, ചെമ്മീൻ എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. കിളിമീൻ, കണവ, കൂന്തൽ, നീരാളി എന്നിവയുടെ ലഭ്യതയിൽ വർധനവുണ്ടായപ്പോൾ തിരിയാൻ, ചെമ്മീൻ, പാമ്പാട എന്നിവയിൽ കുറവുണ്ടായി. സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മീൻ ലഭിച്ചത്. കൊല്ലവും കോഴിക്കോട് ജില്ലയും പിന്നാലെയുണ്ട്. ഹാർബറുകളിൽ കൊല്ലം ജില്ലയിലെ നീണ്ടകര മുന്നിലും എറണാകുളം ജില്ലയിലെ മുനമ്പം രണ്ടാമതുമാണ്. രാജ്യത്താകെ അയലയാണ് ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യം. 2.7 ലക്ഷം ടണ്ണാണ്. കർണാടകയിലും മഹാരാഷ്ട്രയിലും യഥാക്രമം 44%, 18% വളർച്ച രേഖപ്പെടുത്തി. അനുകൂലമായ പാരിസ്ഥിതിക ഘടകങ്ങളും നിയന്ത്രിത മത്സ്യബന്ധന രീതികളും ചെറിയ മീനുകളുടെ ലഭ്യത വർദ്ധിക്കാൻ സഹായിച്ചുവെന്ന് CMFRI വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് വിപണിയിൽ ആവശ്യകത ഉയരുന്നു. ആരോഗ്യ ഗുണങ്ങളോടൊപ്പം കേരളത്തിലെ കർഷകർക്ക് പുതിയ വരുമാന സാധ്യതയായി മാറുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കലോറി കുറവും നാരുകൾ കൂടുതലുമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആരോഗ്യ സംരക്ഷണത്തിന് മികച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനൊപ്പം പ്രമേഹ രോഗികൾക്കും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന പഴമായതിനാൽ ഡോക്ടർമാർ പോലും ഇത് ശുപാർശ ചെയ്യുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഈ പഴം ഗുണകരമാണ്. മെക്സിക്കോയിൽ നിന്നുള്ള ഈ വിള ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥയിൽ മികച്ച രീതിയിൽ വളരുന്നതിനാൽ കേരളത്തിലെ കാലാവസ്ഥയുമായി ഏറെ പൊരുത്തപ്പെടുന്നു. അതിനാൽ തന്നെ സംസ്ഥാനത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് വൻ സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. ഇന്ത്യയിലെ ആവശ്യകത ഉയർന്നതോടെ കൂടുതൽ കർഷകർ ഈ വിളയെ പുതിയ വരുമാന മാർഗമായി സ്വീകരിക്കുന്ന പ്രവണതയും ശക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജസ്ഥാനിലെ കടല കർഷകർ പ്രതിസന്ധിയിൽ. MSPയിൽ 100% സംഭരണം ഉറപ്പാക്കേണ്ടതായിരുന്നിട്ടും SOP ലംഘനങ്ങൾ കാരണം കർഷകർക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വരുന്നുവെന്നാണ് ആരോപണം. രാജസ്ഥാനിൽ കടല കർഷകർക്ക് വലിയ തിരിച്ചടിയെന്ന കിസാൻ മഹാപഞ്ചായത്തിന്റെ പരാതി. MSP ക്വിന്റലിന് 5875 രൂപ നിരക്കിൽ 5000-ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും സംഭരണം പല ജില്ലകളിലും ആരംഭിച്ചിട്ടില്ല. 40 ക്വിന്റലിന് മുകളിലുള്ള ഉൽപ്പന്നം വാങ്ങാൻ ഏജൻസികൾ വിസമ്മതിക്കുന്നതും പ്രശ്നം രൂക്ഷമാക്കുന്നു. കിസാൻ ഗഡിൽ മാത്രമാണ് നിലവിൽ സംഭരണം നടക്കുന്നത്. രാജ്ഫെഡ് വഴി രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് നാഫെഡ് നേരിട്ട് സംഭരണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര കൃഷിമന്ത്രിയോട് ഇടപെടൽ ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം കർഷകർക്ക് ശരാശരി 3 ലക്ഷം രൂപ വരെ നഷ്ടമുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.